ഹായ് ഓൾ, വെൽക്കം ടു കാറ്റോ ലേണിംഗ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ദ ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ആണ്. നമ്മൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് എക്സാംസിൽ വളരെ പൊതുവേ കാണുന്ന ഒരു സിലബസ് ഏരിയ അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് ഈ ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്നുള്ളത്. നമ്മൾ കാറ്റോ ലേണിംഗിൽ ഈ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാംസിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യുന്ന ഒരു ക്ലാസ്സസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എക്കണോമിക് സർവീസ്, UGC നെറ്റ് എക്സാം, കേരള സെറ്റ്, ദെൻ CUT PG എക്കണോമിക്സ് മുതലായിട്ടുള്ള എക്സാംസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാംസിൽ ഏതെങ്കിലും അസിസ്റ്റൻസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ലൈവ് സെഷൻസ് വഴിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് എല്ലാ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് PDF സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്ലാസിക്കൽ തിയറിനെ കുറിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ മേജർ ഫീച്ചേഴ്സുകളെ നമ്മൾ കാണുകയുണ്ടായി. ആ ഒരു വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളപ്പം ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിലേക്ക് വരിക. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ട കാര്യം, ഈ ക്ലാസിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിക്സിൽ ഒരു എക്കോണമിയിലെ എംപ്ലോയ്മെന്റും ഔട്ട്പുട്ടും എന്ന് പറയുന്നത് റിയൽ വേരിയബിൾസ് ആണ്. അല്ലെങ്കിൽ റിയൽ വേരിയബിൾസും നോമിനൽ വേരിയബിൾസും തമ്മിലുള്ള സെപ്പറേഷനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. ക്ലാസിക്കൽ ഡൈക്കോട്ടമി കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇവിടെ ഈ ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷനിലൂടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എക്കോണമിയുടെ റിയൽ സെക്ടറിൽ എങ്ങനെയാണ് അവിടുത്തെ വേരിയബിൾസിനെ അല്ലെങ്കിൽ റിയൽ സെക്ടറിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുക. അപ്പം ഈ എംപ്ലോയ്മെന്റിന്റെയും ഔട്ട്പുട്ടിനെയും ഡിറ്റർമിൻ ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് ഫോഴ്സസ് ആണ് അല്ലെങ്കിൽ മൂന്ന് ഫങ്ഷൻസ് ആണ് ഇവിടെ എക്കോണമിയിലെ ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെന്റിനെയും ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് ഒന്നാമത് വരുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ദെൻ സപ്ലൈ ഓഫ് ലേബർ, ദെൻ ഡിമാൻഡ് ഓൺ ലേബർ. ഇങ്ങനെ മൂന്ന് ഫങ്ഷൻസ് ആണ് ഒരു എക്കോണമിയിലെ എംപ്ലോയ്മെന്റിനെയും ഔട്ട്പുട്ടിനെയും ഡിറ്റർമിൻ ചെയ്യാന്നാണ് ക്ലാസിക്കൽ എക്കണോമിക്സ് പറയുക. അപ്പൊ നമുക്ക് ബേസിക് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചു തുടങ്ങുന്ന സാഹചര്യത്തിൽ നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ പഠിക്കാറുണ്ട്. അപ്പൊ കൺസ്യൂമർ ബിഹേവിയറിൽ നമ്മൾ കാണുന്നതാണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഔട്ട്പുട്ട്, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റലിന്റെയും ലേബറിന്റെയും ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അതിനർത്ഥം എന്താണ്? ഒരു എക്കോണമി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ അവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഇൻപുട്ടുകളെ റൈസ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പം ഒരു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അപ്പം ഇവിടെ ഈ ക്ലാസിക്കൽ സിസ്റ്റം യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിനെയാണ്. അപ്പൊ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ എക്കോണമിയിലെ എമൗണ്ട് ഓഫ് ഇൻപുട്ടുകളെ ബേസ് ചെയ്തിരിക്കുന്നു. അപ്പം ഈ ക്ലാസിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ യൂഷ്വലി ലോങ് റൺ ഇക്വിലിബ്രിയം ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇവിടെ നമ്മൾ എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ വരുന്ന സമയത്ത് ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ഇവിടെ ഷോർട്ട് റണ്ണിനെയാണ് അസ്യൂം ചെയ്യുന്നത്. കാരണം ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? നമുക്ക് അവിടെ ഒരു ഫിക്സഡ് ഫാക്ടർ എന്തായാലും കാണണം, അല്ലെ? ഷോർട്ട് റൺ, ലോങ് റൺ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറൈസേഷൻ എക്കണോമിക്സിൽ നമ്മൾ ചെയ്യുമ്പോൾ അവിടുത്തെ മേജർ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ നമുക്ക് എന്താണ്? ഫിക്സഡ് ഫാക്ടേഴ്സും ഉണ്ട്, വേരിയബിൾ ഫാക്ടേഴ്സും ഉണ്ട്. ലോങ് റണ്ണിലാണ് നമുക്ക് എല്ലാ ഫാക്ടേഴ്സിനെയും വേരിയബിൾ ആക്കാൻ സാധിക്കുക. അപ്പം ഇവിടെ ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ക്യാപിറ്റൽ, അതുപോലെ തന്നെ ടെക്നോളജി, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ എല്ലാം കോൺസ്റ്റന്റ് ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന വേരിയബിൾ ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ലേബർ മാത്രമാണ്. അപ്പം നമ്മുടെ ബേസിക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ ഈ ക്ലാസിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പം ഇവിടുത്തെ മേജർ റിലേഷൻഷിപ്പ് എന്താണ്? ആ എക്കോണമിയിൽ ഒരു ഗിവൺ ക്യാപിറ്റൽ സ്റ്റോക്കോ അല്ലെങ്കിൽ ടെക്നോളജി നോളജോ ഉള്ള സിറ്റുവേഷനിൽ ഇവിടുത്തെ ഇൻപുട്ടിനെ റൈസ് ചെയ്യാൻ ഏത് മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ? ലേബേഴ്സിനെ മാത്രമാണ് നമുക്ക് റൈസ് ചെയ്യാൻ സാധിക്കുക. ക്യാപിറ്റൽ കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ ടെക്നോളജി കോൺസ്റ്റന്റ് ആണ്. അപ്പം എക്കോണമിയിലെ ഔട്ട്പുട്ട് റൈസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? അവിടെ ഈ ലേബേഴ്സിനെ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ ഔട്ട്പുട്ടിനെ റൈസ് ചെയ്യാൻ സാധിക്കുക. അപ്പം ഈ ബേസിക് റിലേഷൻഷിപ്പ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി ഈ ഒരു എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ കാണാൻ പോവുക. അപ്പൊ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഈ ഓരോ സെക്ടേഴ്സിനെ അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഈ റിലേഷൻഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നായിരിക്കും ഫോക്കസ് ചെയ്യുക.
In general term, at the micro level, a production function expresses the maximum amount of output that a firm can produce from any given amount of factor input. The more input of labor and capital that a firm uses, the greater will be the output produced. However, in short run, it is assumed that this only variable input is labor. അപ്പം ഇവിടെ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് നമ്മുടെ വേരിയബിൾ ഫാക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലേബറിനെ മാത്രമാണ്, ലേബർ ഇൻപുട്ടിനെ മാത്രമാണ് നമ്മൾ വേരിയബിൾ ഫാക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. The amount of capital input and state of technology are taken as constant. When we consider the economy as a whole, the quantity of aggregate output will also depends upon the amount of input used and how effectively they are used. This relationship shown on the short run aggregate production function can be written in the following form. അപ്പം ഇവിടെ നമ്മൾ ബേസിക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കണ്ടു. അപ്പൊ ഈ ബേസിക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ ഓവറോൾ എക്കോണമിയിലേക്ക് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഓവറോൾ എക്കോണമിയിലും അഗ്രഗേറ്റ് എന്ന് പറഞ്ഞ ഓവറോൾ എക്കോണമിയുടെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഇൻപുട്ടുകളെ യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് ഇൻപുട്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഓവറോൾ ഔട്ട്പുട്ട് ഇരിക്കുക. അപ്പൊ ഈ ബേസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അഗ്രഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് y is equal to a function of k and l എന്നാണ് കാണിക്കുക. അതായത് ഇവിടെ y എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ്, a എന്ന് പറയുന്നത് ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ആണ്. ഈ ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി നമുക്ക് ടെക്നോളജിക്കൽ നോളജ്, അതായത് ഈ ലേബറും ക്യാപിറ്റലും അല്ലാതെ നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന മറ്റു ഫാക്ടേഴ്സിനെയാണ് എയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അത് യൂഷ്വൽ കേസസിൽ നമുക്ക് ടെക്നോളജി ആയിട്ട് പരിഗണിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ടെക്നോളജി ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഇതിനെ ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കുക. ഇനി കെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്, എൽ എന്ന് പറയുന്നത് ലേബർ ആണ്. അപ്പം ഏറ്റവും സിംപ്ലിഫൈഡ് ഫോർമാറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? y is equal to a function of k and l എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഓരോ ലെറ്റേഴ്സും ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. The symbol A represent an autonomous growth factor which capture the impact of improvement in technology and any other influence which rise the overall effectiveness of the economy's use of its factors of production. Equation 2.1a simply tells us that the aggregate output will depends upon the amount of labor employed given the existing capital stock, technology and ഓർഗനൈസേഷണൽ ഇൻപുട്ട്. നമ്മളിപ്പോ കണ്ടിരിക്കുന്ന ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്യാപിറ്റലിനെയും അതുപോലെ തന്നെ ടെക്നോളജിനെയും കോൺസ്റ്റന്റ് ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് റൈസ് ചെയ്യണമെങ്കിൽ അവിടെ ഏത് ഫാക്ടറിന് മാത്രമാണ് റൈസ് സംഭവിക്കുന്നത്? ഈ പറയുന്ന ലേബർ എംപ്ലോയ്മെന്റ് ഓഫ് ലേബർ, അല്ലെങ്കിൽ എത്രമാത്രം ലേബറിനെ യൂട്ടിലൈസ് ചെയ്യുന്നോ അതനുസരിച്ചാണ് ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. അപ്പൊ ഔട്ട്പുട്ടിൽ ചേഞ്ച് സംഭവിക്കണമെങ്കിൽ ഈ തന്നിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്താണ്? ലേബർ ഇൻപുട്ടുകളെ ഇൻക്രീസ് ചെയ്യുക എന്നത് മാത്രമാണ് ഇവിടെ ചെയ്യാൻ പറ്റുക. കാരണം ക്യാപിറ്റലും അതുപോലെ തന്നെ ടെക്നോളജിയും കോൺസ്റ്റന്റ് ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിപ്പോ കണ്ടിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള ഗ്രാഫ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഗ്രാഫ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ എക്സ് ആക്സിസ് തന്നിരിക്കുന്നത്, നമ്മൾ രണ്ട് ഗ്രാഫുകളുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. പാനൽ എയിലാണ് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുക. പാനൽ എയിൽ നമുക്ക് എക്സ് ആക്സിസ് തന്നിരിക്കുന്നത് ലേബറിനെയാണ്, വൈ ആക്സിസ് തന്നിരിക്കുന്നത് ഔട്ട്പുട്ടിനെയാണ്, അല്ലെങ്കിൽ ടോട്ടൽ GDP-നെയാണ് തന്നിരിക്കുക. അപ്പം ഇനിഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് L0 എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ലേബറിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ എക്കോണമിയിൽ കറന്റ് യൂട്ടിലൈസ് ചെയ്യുന്ന ലേബർ ഇൻപുട്ട് എത്രയാണ്? L0 എന്ന് പറയുന്നത്. അപ്പൊ L0 ലേബർ ഇൻപുട്ട് എത്രമാത്രം? Y0 എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെ? അപ്പം ഈ L0 ക്വാണ്ടിറ്റി ഓഫ് ലേബർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് Y0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആണ്. ദെൻ ഇഫ് ഇൻക്രീസ് ദ ലേബർ ഇൻപുട്ട്, അതായത് ലേബർ ഇൻപുട്ടിനെ L0-യിൽ നിന്ന് L1-ലേക്ക് നിങ്ങൾ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതെന്ത് സംഭവിക്കും? എക്കോണമിയിലെ ഔട്ട്പുട്ടും Y0-യിൽ നിന്ന് Y1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരിക്കുന്ന ആ സെയിം റിലേഷൻഷിപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അതായത് ലേബർ ഇൻപുട്ടിനെ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓഫ് ലേബർ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ടും എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. കാരണം ഇവിടെ ക്യാപിറ്റലും അതുപോലെ തന്നെ ടെക്നോളജിയും കോൺസ്റ്റന്റ് ആയിട്ടാണ് അസ്യൂം ചെയ്യുക. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ലേബർ എംപ്ലോയ്മെന്റും അല്ലെങ്കിൽ ലേബർ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്
ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിനെയാണ് ഈ ഗ്രാഫ് എയിൽ കാണിച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഇനി ഈ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് അനുസരിച്ച് നമുക്ക് 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് പഠിക്കാൻ സാധിക്കുക. അപ്പൊ നമ്മൾ ഇതിന്റെ പാനൽ ബിയിലേക്ക് നമുക്ക് വരാം. അപ്പൊ പാനൽ എ ആണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ പാനൽ ബിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഷോർട്ട് റൺ അഗ്രഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ 3 ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഇനി കാണേണ്ടത്. ദ ഫസ്റ്റ്, ഫോർ ഗിവൺ വാല്യൂ ഓഫ് എ ആൻഡ് കെ there is a positive relationship between employment and output shown as a movement along the production function from for example point A to B. അപ്പം നമ്മളിപ്പോ കണ്ടിരിക്കുന്ന ആ ഒരു ഇപ്പൊ ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ആ എയിൽ നിന്ന് ബിയിലേക്കുള്ള മൂവ്മെന്റ് ആണ് ഈ ലേബർ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിച്ചിരിക്കുക. ഇനി സെക്കൻഡ് വൺ ഏതാണ്? സെക്കൻഡ് വൺ, the production function exhibits diminishing return to variable input labor. This is indicated by the slope of the production function which decline as employment increases. Successive increase in the amount of labor employed yield less and less additional output. Since delta y by delta L measure the marginal product of labor MPL, we can see by the slope of the production function that an increase in the employment is associated with a decline in marginal product of the labor. അപ്പൊ ഇവിടെ അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഓരോ അഡീഷണൽ ഇൻപുട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്തും അവിടുത്തെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്താണ്? ഡിക്രീസ് ചെയ്യാണ്. അതിനർത്ഥം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ L0യിൽ നിന്ന് L1 ആയിട്ട് ലേബർ ഇൻപുട്ടുകളെ ഇൻക്രീസ് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്നുണ്ട്. ആ ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻക്രീസ് ഡിമിനിഷിംഗ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കർവ് എന്താണ്? കോൺകേവ് പോലെയല്ലേ നിങ്ങൾക്ക് കർവ് കാണാൻ സാധിക്കുക. അപ്പം അതിന്റെ അർത്ഥം എന്തുവാണ്? ഈ ഇൻക്രീസിംഗ് അറ്റ് എ ഇൻക്രീസിംഗ് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ് എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇവിടുത്തെ ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഇൻക്രീസ് ചെയ്യുന്നത് ഒരു ഡിമിനിഷിംഗ് റേറ്റിലാണ്. ഇവിടുത്തെ ഈ ലേബർ ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്നത് എന്താണ്? ഒരു ഡിമിനിഷിംഗ് റേറ്റിലാണെന്ന് നമ്മൾ പറയാം. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ L0യിൽ നിന്ന് ഒരു അഡീഷണൽ ലേബറിനെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ L0യിൽ നിന്ന് ഒരു അഡീഷണൽ ലേബറിനെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ മേ ബി നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു 5 യൂണിറ്റ് അഡീഷണൽ ലേബർ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന വിചാരിക്കുക. അതായത് ഞാൻ എന്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്ത് ചെയ്യുന്നു? ഒരാളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അയാൾ എനിക്ക് ഒരു 5 അഡീഷണൽ ഔട്ട്പുട്ട് തന്നെന്ന് വിചാരിക്കാം. ഇനി അയാള് ഇൻക്ലൂഡ് ചെയ്തു, അതിനുശേഷം ഞാൻ ഒരാളെയും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്താണ്? എഗെയിൻ 5 കിട്ടില്ല. ചിലപ്പോൾ എന്താണ്? 4 ഔട്ട്പുട്ടാണ് അഡീഷണൽ ആയിട്ട് വന്നയാള് അഡീഷണൽ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുക. അപ്പൊ എന്താ? ഓരോ അഡീഷൻസ് ഇങ്ങനെ ചെയ്യുമ്പോഴും ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്താണ്? ഡിമിനിഷിംഗ് ആണ്. അപ്പൊ ആദ്യത്തെ ആളെ ഞാൻ ആഡ് ചെയ്തപ്പോൾ അയാൾ എനിക്ക് അഡീഷണൽ ആയിട്ട് 5 ഔട്ട്പുട്ട് തന്നു. ഇനി രണ്ടാമത് ഞാൻ ആഡ് ചെയ്തപ്പോൾ അയാൾ എനിക്ക് അഡീഷണൽ ആയിട്ട് 4 ഔട്ട്പുട്ടേ തന്നുള്ളൂ. ഇനി മൂന്നാമത് ഞാൻ ഒരാളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അഡീഷണൽ ആയിട്ട് 3 ഔട്ട്പുട്ടേ തരത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ഈ ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുക. അതായത് ഇവിടെ ഓരോ അഡീഷണൽ ലേബേഴ്സിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? ഡിമിനിഷിംഗ് ആണ്. ഈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് എന്താണ്? ഡിമിനിഷിംഗ് ആണ്. അപ്പം ഇവിടുത്തെ വേരിയബിൾ ഫാക്ടർ ആയിട്ടുള്ള ലേബറിനെ നിങ്ങൾ കീപ്പ് ഓൺ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓരോ യൂണിറ്റ് ഇൻക്രീസ് സംഭവിക്കുമ്പോഴും അവിടുത്തെ അഡീഷണൽ ഔട്ട്പുട്ട് എന്താണ്? ഡിമിനിഷിംഗ് ആണ് കാണിക്കുക. അപ്പം ആ ഒരു ഫീച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. ആ ഫീച്ചറിനെ കാണിക്കാനാണ് നമ്മൾ ഇവിടെ പാനൽ ബി തന്നിരിക്കുന്നത്. അപ്പൊ പാനൽ ബിയുടെ മേജർ ഉദ്ദേശം ഈ ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റിനെ കാണിക്കാനാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് DL എന്ന് പറയുന്ന ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഇനിഷ്യലി L0 എന്ന് പറയുന്ന ലേബർ ക്വാണ്ടിറ്റിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ മാർജിനൽ പ്രൊഡക്റ്റിനെയാണ് y ആക്സിസ് കാണിച്ചിരിക്കുന്നത്. മാർജിനൽ പ്രൊഡക്റ്റിനെ നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഇപ്പം ഇവിടെ W/P എന്ന് കാണിച്ചിട്ടുണ്ട്. W/P എന്ന് പറയുന്നത് റിയൽ വേജ് റേറ്റ് ആണ്. അത് നമ്മൾ നെക്സ്റ്റ് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് കാണും, എന്തിനാണ് ഇവിടെ റിയൽ വേജ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾ ഇപ്പൊ പരിഗണിക്കുക. അപ്പൊ മാർജിനൽ പ്രൊഡക്റ്റ് MPL എന്ന് കാണിച്ചിരുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആണ്. അപ്പം L0 യൂണിറ്റ് ഓഫ് ലേബറിന് ഇവിടുത്തെ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? A എന്ന് പറയുന്നതാണ് L0. അതിനെയാണ് L0നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് താഴേക്ക്. അപ്പം ഇവിടെ പാനൽ ബിയിലും കാണിച്ചിരിക്കുന്ന എക്സ് ആക്സിൽ എന്താണ്? ആക്ച്വലി ലേബർ യൂണിറ്റ് ആണ്. ഇനി പക്ഷെ പാനൽ ബിയിൽ y ആക്സിസ് കാണിച്ചിരിക്കുന്നത് റിയൽ വേജ് റേറ്റും അതുപോലെ തന്നെ
മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും ആണ്. അപ്പൊ L0 യൂണിറ്റ് ഓഫ് ലേബറിന് ഇവിടുത്തെ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ആണ്. ഈ എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ MPL മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എ എന്ന് പറയുന്നതാണ് ഇവിടെ വരിക. നിങ്ങൾ എന്ത് ചെയ്യുന്നു, L0യിൽ നിന്ന് L1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു ലേബർ ഇൻപുട്ടിനെ. അപ്പൊ L1 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഈ മാർജിനൽ പ്രൊഡക്റ്റ് ഡിമിനിഷ് ചെയ്തു. മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്, ഓരോ അഡീഷണൽ യൂണിറ്റിനും ഡിമിനിഷിംഗ് ആണ്. അപ്പം ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ത് ചെയ്യുന്നു, ഓരോ അഡീഷണൽ യൂണിറ്റിനും എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പം മാർജിൻ കേട്ട് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകേണ്ട അഡീഷൻസ് ആണ്. നമുക്കൊരു ഒരു വേരിയബിൾ അഡീഷൻ വന്നു കഴിയുമ്പോൾ മറ്റേ വേരിയബിളിന് എന്ത് സംഭവിക്കുന്നു, അതാണ് മാർജിൻ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ എന്താണ്, ഒരു ലേബറിനെ അഡീഷണൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന അഡീഷൻ ആണ് നമ്മൾ മാർജിൻ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുക. അപ്പം ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ മാർജിൻ പ്രൊഡക്റ്റ് എന്താണ്, ഡിക്രീസിങ് ആണ് ഓരോ അഡീഷണൽ യൂണിറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ. ഇനി മൂന്നാമത്തെ പ്രത്യേകത ആണ്, third, the production function will shift upward if the capital input is increased and or there is an increase in the productivity of input represented by an increase in the value of A. Such a change is shown in the panel A from figure 2.1 by a shift in the production function from Y to Y star caused by A increase to A star. അപ്പൊ ഇവിടെ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ കൊണ്ടുവരുവാണ്. അതായത് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ നേരത്തെ കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്ത് എന്തായിരുന്നു, ക്യാപിറ്റലിനെയും കോൺസ്റ്റന്റ് ആക്കി അസ്യൂം ചെയ്തു, അതുപോലെ തന്നെ ടെക്നോളജിനെയും കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പൊ ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ ലേബറിനെ മാത്രമാണ് വേരിയബിൾ ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി എക്കോണമിയിൽ ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് സംഭവിച്ചു. ആ ടെക്നോളജിക്കൽ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. നമ്മുടെ ഈ പ്രൊഡക്ഷൻ കർവ് എന്ന് പറയുന്നത് എന്താണ്, ഷിഫ്റ്റ് ചെയ്യുന്നു, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം കറന്റ് നമ്മൾ ഇനി പരിഗണിക്കാൻ പോകുന്നത് Y സ്റ്റാർ ഇസിക്കൽ ടു A സ്റ്റാർ F KL ആണ് നമ്മൾ പരിഗണിക്കുന്ന കർവ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു കർവിനെയാണ് നമ്മൾ ഇവിടെ ഇനി പരിഗണിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഷിഫ്റ്റ് സംഭവിച്ചത് എന്തുകൊണ്ടാണ്, എക്കോണമിയിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വന്നതുകൊണ്ടാകാം, ഇല്ലെങ്കിൽ ലേബർ ക്യാപിറ്റൽ ഇൻപുട്ട് റൈസ് ചെയ്തതുകൊണ്ടാകാം. അപ്പം ഇങ്ങനെ ഈ ലേബർ ഇൻപുട്ടിൽ അല്ലാതെ മറ്റ് ഇൻപുട്ടുകളിൽ അല്ലെങ്കിൽ ടെക്നോളജി പോലുള്ള കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കർവ് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കാര്യം നോക്കാം, ഇനിഷ്യലി നമുക്ക് ഏതായിരുന്നു, L0 യൂണിറ്റ് ഓഫ് ലേബർ കൊണ്ട് നമുക്ക് Y0 എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക, Y0 എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ കറന്റ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടുള്ള പ്രത്യേകത എന്താണ്, L0 യൂണിറ്റ് ഓഫ് ലേബർ കൊണ്ട് എനിക്ക് Y1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ലേബർ ഇൻപുട്ടിൽ ചേഞ്ച് സംഭവിച്ചതില്ല. ഇനിഷ്യലി നമ്മൾ യൂട്ടിലൈസ് ചെയ്ത അതേ ലേബർ തന്നെയാണ് നമ്മൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ആ ലേബർ യൂണിറ്റ് കൊണ്ട് ഇനിഷ്യലി Y0 ഔട്ട്പുട്ട് ആയിരുന്നു എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വന്നതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചു, ആ സെയിം ലേബർ ഉപയോഗിച്ച് എനിക്ക് Y1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി നമുക്ക് Y1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യണമായിരുന്നെങ്കിൽ ഇനിഷ്യലി നമുക്ക് എന്താണ്, L1 യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ലേബർ വേണമായിരുന്നു, അല്ലെ? അപ്പൊ അവിടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇല്ലാത്ത സിറ്റുവേഷനിൽ Y1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ L1 മാത്രമായിരുന്നു, L1 ഉണ്ടെങ്കിൽ മാത്രം, L1 യൂണിറ്റ് ഓഫ് ലേബർ ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. അപ്പം കറന്റ്ലി എനിക്ക് Y1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, L0 യൂണിറ്റ് ഓഫ് ലേബർ കൊണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്, അവിടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് സംഭവിച്ചു. അപ്പൊ ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ട് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും നമ്മൾ നോക്കി കഴിയുമ്പോൾ ആ കർവ് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ DL എന്ന് പറയുന്ന കർവ് എന്തായി, DL സ്റ്റാർ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം എഗെയിൻ ഇവിടെ എന്താ സംഭവിച്ചത്, ഈ പറയുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്ന A ആയിരുന്നു. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇല്ലാതെ L0 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് ലേബറിന് A യൂണിറ്റ് ആയിരുന്നു അവിടുത്തെ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്താണ്, ലേബറിനെ കൂടുതൽ എഫിഷ്യന്റ് ആക്കുന്നു. അപ്പൊ കൂടുതൽ എഫിഷ്യന്റ് ആക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ കറന്റ് L0 എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ലേബറിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന C പോയിന്റ് ആണ്, C എന്ന് പറയുന്ന പോയിന്റ് ആണ്, അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ C എന്ന് പറയുന്നതാണ് അവിടുത്തെ ഏതാണ്, L0 യൂണിറ്റ് ഓഫ് ലേബറിന്റെ കറന്റ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ടെക്നോളജിക്കൽ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സോ ഇംപ്രൂവ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഈ ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു, അതായത്
L0 എന്ന് പറയുന്ന ലേബർ യൂണിറ്റിന് ടോട്ടൽ ഔട്ട്പുട്ട് എന്തായി Y0 നിന്ന് Y1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ആ Y1 ആയിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള മേജർ റീസൺ എന്താണ്? ഈ L0 യൂണിറ്റ് ഓഫ് ലേബറിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ് റൈസ് ചെയ്തു, മാർജിനൽ പ്രൊഡക്ടിവിറ്റി റൈസ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇനി ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ അഗൈൻ L1ലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം ബി എന്ന് പറയുന്നതായിരുന്നു ഇനിഷ്യലി ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇല്ലാതെ ബി എന്ന് പറയുന്നതായിരുന്നു പോയിന്റ്. അത് നമ്മൾ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്തായി അഗൈൻ ഇവിടെ ബി എന്ന് പറയുന്ന ആദ്യത്തെ കർവിലെ ബി എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നു. അപ്പം ഇനി നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ DL സ്റ്റാറിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തായി ബിയിൽ നിന്ന് മുകളിലേക്കായി അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്താണ് ഇൻക്രീസ് ചെയ്തു. അപ്പം ഇവിടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് എന്തായി നമ്മുടെ ലേബേഴ്സിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി റൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിവൺ ലേബർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മോർ ഔട്ട്പുട്ട് നമ്മളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഇവിടുത്തെ ബേസിക് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് നമ്മൾ കണ്ടത്. ഈ ബേസിക് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടുത്തെ വേരിയബിൾ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ലേബർ ആണ്. ക്യാപിറ്റലിനെയും അതുപോലെ തന്നെ ടെക്നോളജിനെയും കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവിടെ ഔട്ട്പുട്ടും ലേബർ ഇൻപുട്ടും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് കാണാം. ആ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ഈ കർവിൽ നിങ്ങൾക്ക് പാനൽ എയിൽ തന്നിരിക്കുന്നത്. ആ പാനൽ എയിൽ കാണിച്ചിരിക്കുന്ന ആ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. ഇനി ഈ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെയും ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താ? ഇവിടെ ഓരോ അഡീഷണൽ യൂണിറ്റ് ലേബറെ നിങ്ങൾ എംപ്ലോയ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? ഡിമിനിഷിംഗ് ആണ്. അതായത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്താണ്? ഡിമിനിഷ് ചെയ്യുകയാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് ക്ലാസിക്കൽ സിസ്റ്റത്തിലെ ഈ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത്. അതായത് ഡെൽറ്റ Y ബൈ ഡെൽറ്റ എൽ എന്നാണ് നമ്മൾ ഈ മാർജിനൽ പ്രൊഡക്ടിവിറ്റിനെ നമ്മൾ കാണിക്കുക. അതായത് ലേബർ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ലേബർ റൈസ് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ എത്രമാത്രം ചേഞ്ച് ഔട്ട്പുട്ട് സംഭവിക്കുന്നു അതിനെയാണ് ഡെൽറ്റ Y ബൈ ഡെൽറ്റ എൽ എന്ന് കാണിക്കുക, അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് കാണിക്കുക. അതെന്താണ്? ഡിമിനിഷിംഗ് ആണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാനൽ ബിയിലെ ഈ മൂവ്മെന്റ് കാണിച്ചത്. ഈ എയിൽ നിന്ന് ബിയിലേക്കുള്ള മൂവ്മെന്റ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ആ പാനൽ ബിയിലെ ഈ ഒരു ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ കാണിക്കാനാണ്. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത എന്തായിരുന്നു? ഇവിടെ ലേബർ ഇൻപുട്ടിൽ അല്ലാതെ മറ്റെന്ത് ഫാക്ടേഴ്സിലും ഒരു ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷൻ കർവ് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ ടെക്നോളജി റൈസ് ചെയ്തതായിട്ടാണ് നമ്മൾ കാണിച്ചത്. അപ്പൊ ടെക്നോളജി റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പ്രൊഡക്ഷൻ കർവ് മുകളിലേക്ക് ടോട്ടൽ ഔട്ട്പുട്ട് കർവ് എന്ത് സംഭവിച്ചു? മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിച്ചു? അതായത് ലേബറിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തു. ലേബർ എഫിഷ്യൻസി അല്ലെങ്കിൽ ഗിവൺ ലേബറിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഇനീഷ്യൽ പ്രൊഡക്ഷൻ സിറ്റുവേഷനേക്കാളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. മാർജിനൽ പ്രൊഡക്റ്റും എന്ത് ചെയ്തിട്ടുണ്ട്? റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ബേസിക് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് കാണാനുള്ളത്. അപ്പം ഇവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൂടെ നമ്മൾ കണ്ടത് എക്കോണമിയിൽ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടു. അപ്പൊ നമ്മൾ എക്കോണമിയിൽ എത്രമാത്രം ലേബറിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, എത്രമാത്രം ലേബർ അവൈലബിൾ ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഔട്ട്പുട്ട് റൈസ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? ലേബർ ഇൻപുട്ടിനെ ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ബേസിക്കലി കണ്ടത്. അപ്പം എത്രമാത്രം ലേബറിനെ ഈ എക്കോണമി യൂട്ടിലൈസ് ചെയ്യും, അല്ലെങ്കിൽ എത്രമാത്രം ലേബേഴ്സിന് ജോലി ലഭിക്കും, എംപ്ലോയ്മെന്റ് ലഭിക്കും എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്തുകൂടെ പരിഗണിക്കണം? ലേബർ സപ്ലൈയും ലേബർ ഡിമാൻഡൂടെ നമ്മൾ പരിഗണിക്കണം. അപ്പൊ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് എക്കോണമിയിൽ എങ്ങനെയാണ് ഈ എംപ്ലോയ്മെന്റ് ഡിറ്റർമിൻ ചെയ്യുക. ഇപ്പൊ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. എന്താണ്? ഈ പറയുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം എത്രമാത്രം ഇൻപുട്ട് ആയിട്ടുള്ള ലേബറിനെ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എങ്ങനെയാണ് എക്കോണമിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം വഴി കാണുക. അപ്പം ഇവിടുത്തെ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ ലേബർ സപ്ലൈയും ലേബർ ഡിമാൻഡും ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലേബർ മാർക്കറ്റിലേക്കാണ് ഇനി വരിക. അപ്പൊ ഓൾറെഡി നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കണ്ടു. അപ്പൊ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഔട്ട്പുട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്ന എന്താണ്? അവിടുത്തെ വേരിയബിൾ ഫാക്ടർ ആയിട്ടുള്ള ലേബറിനെ എത്രമാത്രം നിങ്ങൾ എംപ്ലോയ് ചെയ്യുന്നോ അതനുസരിച്ചാണ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഔട്ട്പുട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് വരണമെങ്കിൽ ആ എക്കോണമിയിൽ എത്രമാത്രം ഈ ലേബറിനെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ആണ് അവിടുത്തെ ഔട്ട്പുട്ടിനെ ഡിറ്റർമിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഈ എംപ്ലോയ്മെന്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലേക്കാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ്. ഒരു ഫേം
ഒരു പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം എത്രമാത്രം ലേബറിനെ എംപ്ലോയ് ചെയ്യുന്നു എന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ എന്താണെന്ന് അറിയണം. അപ്പൊ നിങ്ങൾ മാർക്കറ്റ് ഫോംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒന്നാണ് ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂവിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പം നമ്മൾ യൂഷ്വൽ കേസസിൽ ഒരു ഫേം ഇക്വിലിബ്രിയം ആകണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് MCMR ഇക്വാലിറ്റി, ഈ മാർജിനൽ കോസ്റ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദി മാർജിനൽ റവന്യൂ ആണ്. ഇനി അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പറയുന്നത് മാർജിനൽ റവന്യൂ കർവിനെ ബിലോയിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് കർവ് കട്ട് ചെയ്യണം. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് ആണ് ഒരു ഫേമിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ പറയുക. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ആണ്, MCMR ഇക്വാലിറ്റി ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ MRI ആൻഡ് MCI എന്ന് കാണിച്ചിരിക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ ഫേംസിന്റെ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ. അപ്പൊ ഒരു സിംഗിൾ ഫേം അവിടുത്തെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് MCMR ഇക്വാലിറ്റി അല്ലെങ്കിൽ MCI ഈക്വൽ ടു MRI എന്നുള്ളതാണ്. ഇനി നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് എവിടെ ക്ലാസിക്കൽ മോഡലിൽ അസ്യൂം ചെയ്യുക. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ ആണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൈസിനോട് ഈക്വൽ ആയിരിക്കും. അവിടുത്തെ ഔട്ട്പുട്ട് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിന്റെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൈസിനോട് ഈക്വൽ ആയിരിക്കും. അത് ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷനിൽ നമുക്ക് ഈ പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പം പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഇവിടുത്തെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണ്? PI ഈസ് ഈക്വൽ ടു MRI അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാ? പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് തന്നെയാണ് ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ എന്നുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ അതായത് MCMR ഇക്വാലിറ്റിനെ തന്നെയാണ് ഇവിടെ ഒരു പുതിയ ഇക്വേഷൻ ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. എന്താണ്? PI ഈസ് ഈക്വൽ ടു MCI എന്ന്. കാരണം പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ആണ്, പ്രൈസിനോട് ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ MCMR ഇക്വാലിറ്റിനെ നമുക്ക് പ്രൈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ഫേം ഒരു ലേബറിനെ അഡീഷണൽ ആയിട്ട് എംപ്ലോയ് ചെയ്യണമെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട വേജ് റേറ്റിനെയാണ് നമ്മൾ WI എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പം ഒരു ഫേം ഒരു ലേബറിനെ എംപ്ലോയ് ചെയ്യുന്നത് മൂലം ആ ഫേമിനുണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് WI ഡെൽറ്റ I എന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് WI ഡെൽറ്റ I എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഒരു അഡീഷണൽ ലേബറിനെ ഒരു ഫേം എംപ്ലോയ് ചെയ്യുമ്പം ആ ഫേമിനുണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഞാൻ ഒന്നുകൂടെ അത് ഡിനോട്ട് ചെയ്യാണ്. നമ്മളിവിടെ കുറെ ഇക്വേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അത് പുറകോട്ട് പോവാണ്. അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ എന്താണ്? MCMR ഇക്വാലിറ്റി ആണ്. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പ്രൈസിനോട് ഈക്വൽ ആണ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിലെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൈസിനോട് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷനെ ഇപ്പൊ എങ്ങനെ എഴുതി? പ്രൈസ് ഇസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് എഴുതി. കാരണം പ്രൈസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്? മാർജിനൽ റവന്യൂ തന്നെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ. ഇനി നമ്മൾ അഡീഷണൽ കോസ്റ്റ്, ഒരു അഡീഷണൽ ലേബറിനെ എംപ്ലോയ് ചെയ്യുന്നതുകൊണ്ട് ഫേമിനുണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റിനെ നമ്മൾ WI ഡെൽറ്റ LA എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഒരു ഫേമിന് അഡീഷണൽ ആയിട്ടുണ്ടായിരിക്കുന്ന ലേബർ കൊണ്ട് അയാൾക്ക് എന്താ ഒരു സെർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതിനെ എന്താണ്? ഡെൽറ്റ QI എന്നാണ്. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് എംപ്ലോയ് ചെയ്ത ലേബർക്ക് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ടിനെ ഡെൽറ്റ QI എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിന് എന്താണ്? പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഉണ്ട്. അപ്പം ഒരു അഡീഷണൽ യൂണിറ്റ് ലേബറിനെ എംപ്ലോയ് ചെയ്തത് കൊണ്ട് ആ ഫേമിന് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന റവന്യൂനെയാണ് നമ്മൾ PI ഡെൽറ്റ QI എന്ന് എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാ. ഒരു അഡീഷണൽ ലേബറിനെ എംപ്ലോയ് ചെയ്യുന്നതുകൊണ്ട് ആ ഫേമിനുണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റ് WI ഡെൽറ്റ LA എന്നും, അതുപോലെ തന്നെ ഒരു അഡീഷണൽ ലേബറിനെ എംപ്ലോയ് ചെയ്യുന്നതുകൊണ്ടും ആ ഫേമിന് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന റവന്യൂനെ നമ്മൾ PI ഡെൽറ്റ QI എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ജനറൽ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഫേമിന്റെ മേജർ ഉദ്ദേശം എന്താണ്? അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അപ്പൊ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ഉള്ള ഒരു ഫേമിനെ അപേക്ഷിച്ച്
ഈ അഡീഷണൽ ലേബറിനെ എംപ്ലോയ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു കോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ എംപ്ലോയ് ചെയ്യുമ്പോൾ അവർക്ക് ആ ലേബറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് എന്താണ് ഒരു വരുമാനം, റവന്യൂ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഏത് സിറ്റുവേഷനിലാണോ ഈ കോസ്റ്റ് ഈസ് ലെസ് ദാൻ റവന്യൂ വരുന്നത്, അതുവരെ എന്ത് ചെയ്യും, അവർ എംപ്ലോയീസിനെ എന്ത് ചെയ്യും, എംപ്ലോയ് ചെയ്യും. അതായത് ഞാൻ ഒരു പ്രൊഡ്യൂസർ ആണ്, അപ്പം ഞാനൊരു പ്രൊഡ്യൂസർ ആയിട്ടുള്ള എനിക്ക് ഒരു അഡീഷണൽ ആളെ എന്റെ ഫേമിലേക്ക് ഞാൻ എംപ്ലോയ് ചെയ്യുമ്പോൾ എനിക്കൊരു കോസ്റ്റ് ഉണ്ട്, അയാൾക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട ഒരു എനിക്കുണ്ടാകുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ട്. ഇനി ഇയാളെ എംപ്ലോയ് ചെയ്തുകൊണ്ട് എനിക്കൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആ ഔട്ട്പുട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു റവന്യൂ ഉണ്ട്. അപ്പം ഈ റവന്യൂ എന്ന് പറയുന്നത് ഈ കോസ്റ്റിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് നിൽക്കുന്ന ഏതൊക്കെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എത്ര നാള് ഈ റവന്യൂ ഗ്രേറ്റർ ദാൻ കോസ്റ്റ് വരുന്ന അതുവഴി എന്ത് ചെയ്യും, ഞാൻ അഡീഷണൽ ആയിട്ട് എംപ്ലോയീസിനെ എംപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കും. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യും, ഈ കോസ്റ്റും റവന്യൂവും ഈക്വൽ ആവുന്ന സമയം വരെ ഞാൻ എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ടുള്ള ആളുകളെ ജോലിക്ക് എടുത്തുകൊണ്ടേയിരിക്കും. അപ്പം ഇവിടെ നമ്മൾ കാണുന്ന ഇതാണ്, ഈ നമ്മൾ പരിഗണിച്ച WI ഡെൽറ്റ ഐ എന്ന് പറയുന്നത് എന്താണ്, അഡീഷണൽ കോസ്റ്റ് ആണ്. WI ഡെൽറ്റ LI എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ലേബറിലെ എംപ്ലോയ് ചെയ്യുന്നത് കൊണ്ട് ആ ഫേമിനുണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുക. PI ഡെൽറ്റ QI എന്ന് പറയുന്നത് എന്താണ്, അഡീഷണൽ റവന്യൂനെയാണ്. ഈ അഡീഷണൽ റവന്യൂനെയാണ് ഇവിടെ കാണിച്ചിരുന്നത്. അപ്പൊ ഈ അഡീഷണൽ റവന്യൂ എത്ര കാലമാണ് ഈ കോസ്റ്റിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് നിൽക്കുക, അത്രയും കാലം എന്ത് ചെയ്യാം, ലേബറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഹയർ ചെയ്യാം. ആ ഫേമിലെ ലേബറിനെ ഹയർ ചെയ്യാം. അപ്പം മിനിമം ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഫേം എന്ത് ചെയ്യും, ഈ പറയുന്ന റവന്യൂ, അതായത് PI ഡെൽറ്റ QI എന്ന് പറയുന്നത് ഈക്വൽ ടു കോസ്റ്റ് ആവുമ്പോൾ WI ഡെൽറ്റ LI എന്ന് പറയുന്ന ഈ കോസ്റ്റിനോട് ഈക്വൽ ആവുന്ന സമയം വരെ ലേബേഴ്സിനെ എന്ത് ചെയ്യും, ഹയർ ചെയ്യും. അതാണ് ഇവിടുത്തെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ആയിട്ട് നമ്മൾ പറയാം. അല്ലെങ്കിൽ ഒരു ഫേം എത്രമാത്രം എംപ്ലോയിനെ എംപ്ലോയ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താ, ഈ അഡീഷണൽ ലേബറിനെ എംപ്ലോയ് ചെയ്യുന്നത് മൂലം ഈ ഫേമിനുണ്ടാകുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഈ അഡീഷണൽ ലേബർ മൂലം ഉണ്ടാകുന്ന അഡീഷണൽ റവന്യൂവിനോട് ഈക്വൽ ആവുന്ന സമയം വരെ എന്ത് ചെയ്യും, ഈ ഫേംസ് കൂടുതൽ ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ പർട്ടിക്കുലർ ഇക്വേഷനെ, ഈ PI ഡെൽറ്റ QI ഈക്വൽ ടു WI ഡെൽറ്റ LI എന്ന് പറയുന്ന ഇക്വേഷനെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. അതിനെ റീറൈറ്റ് ചെയ്ത ഫോർമാറ്റ് ആണ് താഴെ തന്നിരിക്കുന്നത്. ആ റീറൈറ്റ് ചെയ്യുന്ന എന്താ, ആക്ച്വലി ഇവിടെ നമുക്ക് PI ഡെൽറ്റ QI ഉണ്ട്. ഈ PI നെ എങ്ങോട്ട് കൊണ്ടുവരുന്നു, നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ എന്താവും, WI ഡിവൈഡ് ബൈ PI ഇൻറ്റു ഡെൽറ്റ LI എന്നാവും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഡെൽറ്റനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡെൽറ്റ QI ഡിവൈഡ് ബൈ ഡെൽറ്റ LI ഈക്വൽ ടു WI ഡിവൈഡ് ബൈ PI എന്നുള്ള ഇക്വേഷൻ ആവുന്നു. അതായത് ഈ പർട്ടിക്കുലർ ഇക്വേഷൻ ഫോം ചെയ്ത് എങ്ങനെയാ, ഈ പറയുന്ന ഇക്വേഷനിൽ നിന്നാ. ഇതിനെ എന്താ, ജസ്റ്റ് റീഅറേഞ്ച്മെന്റ്സ് മാത്രമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഡെൽറ്റ QI ഡിവൈഡ് ബൈ ഡെൽറ്റ LI എന്ന് പറയുന്ന ആക്ച്വലി എന്താണ്, നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഓരോ അഡീഷണൽ ലേബറിനുണ്ടാകുന്ന അഡീഷണൽ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഡെൽറ്റ QI ഡിവൈഡ് ബൈ ഡെൽറ്റ LI എന്ന് ഡിനോട്ട് ചെയ്യുക. അതായത് മാർജിനൽ പ്രൊഡക്റ്റിനെയാണ് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഇക്വേഷൻ കാണിക്കുക. ഇനി ഈ WI ഡിവൈഡ് ബൈ PI എന്ന് പറയുന്നത് എന്താണ്, റിയൽ വേജ് റേറ്റ് ആണ്. വേജ് റേറ്റിനെ കാണിക്കുക, റിയൽ വേജ് റേറ്റിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ PI എന്ന് പറയുന്നത് പ്രൈസ് ആണ്, WI എന്ന് പറയുന്നത് വേജ് ആണ്. അപ്പൊ റിയൽ വേജ് റേറ്റിനെയാണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ WI ഡിവൈഡ് ബൈ PI എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ആക്ച്വലി ഒരു ഫേം എത്രമാത്രം എംപ്ലോയ് ചെയ്യും, ഈ ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യണമെന്ന് ഉള്ള കണ്ടീഷൻ എന്താണ്, ഈ ലേബേഴ്സിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി റിയൽ വേജ് റേറ്റിനോട് ഈക്വൽ ആകണം. എപ്പോഴാണോ ഈ റിയൽ വേജ് റേറ്റും മാർജിനൽ പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള ഇക്വാളിറ്റി വരുന്ന ആ സിറ്റുവേഷൻ വരാൻ, അല്ലെങ്കിൽ അത്രമാത്രം ലേബേഴ്സിനെ എന്ത് ചെയ്യും, ഫേം ഹയർ ചെയ്യും എന്നുള്ളതാണ്. സിൻസ് ഡെൽറ്റ QI ഡിവൈഡ് ബൈ ഡെൽറ്റ LI is the marginal product of labor, a firm should hire labor until the marginal product of labor equal to the real wage rate. This condition is simply another way of expressing PI is equal to MCI. അപ്പം marginal cost equal to price is equal to marginal cost എന്നുള്ള ആ ഒരു കണ്ടീഷൻ, ഇത് കണ്ടീഷൻ ആക്ച്വലി എന്താ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷനാ. കാരണം PI എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ തന്നെയാണ് ഇവിടെ ഈ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ. അപ്പം ഈ PI ഡിവൈഡ് ബൈ MCI എന്നുള്ള ഇക്വേഷനെ തന്നെയാണ് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ സാധിക്കുക, ഡെൽറ്റ QI ഡിവൈഡ് ബൈ ഡെൽറ്റ LI ഈക്വൽ ടു WI ഡിവൈഡ് ബൈ PI എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അതിനർത്ഥം മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ മസ്റ്റ് ബി ഈക്വൽ ടു ദി റിയൽ വേജ് റേറ്റ്. ഈ കണ്ടീഷൻ വരെ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ വരെ ഈ ലേബേഴ്സിനെ ഫേംസ് എന്ത് ചെയ്യുന്നു, ഹയർ ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. MPL is a
declining function of the amount of labor employed owing to the influence of diminishing returns. The MPL curve is downward sloping. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പ് കണ്ട കർവിൽ നമ്മൾ കണ്ടതാണ് ഈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്താണ് ഡിക്ലൈനിങ് ഫംഗ്ഷൻ. ഓരോ അഡീഷണൽ യൂണിറ്റിനെ നിങ്ങൾ എംപ്ലോയ് ചെയ്യുമ്പോഴും എന്താണ് ഈ മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈനിങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാനൽ ബിയിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്താണ് ഡിക്ലൈനിങ് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ കണ്ടത്. Since we have shown that profit will be maximized when a firm equate the marginal product of labor with real wage rate, that is WI divided by PI, the marginal product curve is equivalent to the firm's demand curve for labor. അപ്പം ഇവിടെ ഈ മാർജിനൽ പ്രൊഡക്റ്റ് കർവിനെ തന്നെയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ലേബർ ഡിമാൻഡ് കർവ് ആയിട്ട് നമ്മൾ കാണിക്കുക. കാരണം എന്താണ് ഒരു ലേബറിനെ ഫേംസ് ഡിമാൻഡ് ചെയ്യുന്നത് എത്ര സമയം വരെയാ ഇവരുടെ റിയൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് മാർജിനൽ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ വരെയാ. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ റിയൽ വേജ് റേറ്റ് ഈക്വൽ ടു മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. അതായത് L0 എന്ന് പറയുന്ന യൂണിറ്റ് ഓഫ് ലേബറിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് MPLA ആണ്. അതെന്തുകൊണ്ടാണ് MPLA ഫേം എംപ്ലോയ് ചെയ്യുന്നത്? ഇവിടുത്തെ വേജ് റേറ്റും അതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റ് കർവും എന്താണ് ഈക്വൽ ആയതുകൊണ്ടാണ്. അപ്പം ഇവിടെ ഈ മാർജിനൽ പ്രൊഡക്റ്റ് കർവിനെ തന്നെയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഒരു ഫേമിന്റെ ലേബർ ഡിമാൻഡ് കർവായിട്ട് നമ്മൾ പരിഗണിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം ഈ ഇക്വേഷനെ? ദ ഡിമാൻഡ് ഫോർ ലേബർ, അതായത് DLI എന്ന് പറയുന്ന ഇസ് എ ഫംഗ്ഷൻ ഓഫ് റിയൽ വേജ് റേറ്റ് ആണ്. അപ്പൊ റിയൽ വേജ് റേറ്റിനോട് നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ് എന്ത് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ഡിമാൻഡ് ഫോർ ലേബർ, ഒരു ഫേം ലേബേഴ്സിനെ ഡിമാൻഡ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാ? റിയൽ വേജ് റേറ്റിന്റെ ബേസിലാണ്. ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. ഹയർ റിയൽ വേജ് റേറ്റ് ആണെങ്കിൽ ലെസർ ഡിമാൻഡ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ റിയൽ വേജ് റേറ്റ് കുറവാണെങ്കിൽ ഹയർ ഡിമാൻഡ് ചെയ്യും എന്തിനെ? ലേബേഴ്സിനെ. ദിസ് റിലേഷൻഷിപ്പ് ടെൽസ് us that a firm's demand for labor will be an inverse function of the real wage. The lower the real wage, the more labor will be profitably employed. അപ്പൊ ഫേംസിനെ അപേക്ഷിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ ഫേംസിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കണം. അപ്പൊ ഫേംസിന് ഒരു ചീപ്പർ ആയിട്ട് ലേബേഴ്സിന് അവൈലബിൾ ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? കൂടുതൽ ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യും. ഇനി ലേബേഴ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണെങ്കിൽ അവരെന്താണ് ലെസർ ആയിട്ട് മാത്രമായിരിക്കും ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ആക്ച്വലി എന്താണ്? ലേബർ ഡിമാൻഡ് കർവ് ആണ് നമ്മൾ കണ്ടത്. ലേബർ ഡിമാൻഡ് കർവിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ട സമയത്ത് ഒരു സിംഗിൾ ഫേമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ സിംഗിൾ ഫേമിന്റെ കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞത് എന്ത് അവിടുത്തെ ലേബർ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് റിയൽ വേജ് റേറ്റുമായിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ക്ലാസിക്കൽ മോഡൽ ഇതിനെ എന്താണ് അഗ്രഗേറ്റ് ആയിട്ടുള്ള ഡിമാൻഡ് കർവും നമ്മൾ ഇങ്ങനെ തന്നെയാണ് പരിഗണിക്കുക. അതായത് ആ എക്കോണമീസിൽ എന്താണ് അഗ്രഗേറ്റ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് എന്തിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്? റിയൽ വേജ് റേറ്റിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. ഓവറോൾ എക്കോണമിയുടെ അഗ്രഗേറ്റ് മണി വേജ് റേറ്റിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് എന്ത് വരുന്നത്? അവിടുത്തെ അഗ്രഗേറ്റ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത്. അപ്പം സിംഗിൾ ഫേമിന്റെ കേസസിലും അതുപോലെ തന്നെ എക്കോണമി ആസ് എ വോളും എന്ത് തന്നെയാണ്? ഈ റിയൽ വേജ് റേറ്റും അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ ലേബറും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം ഇവിടെ PI എന്ന് നമ്മളവിടെ ഒരു സിംഗിൾ പ്രൊഡക്റ്റിന്റെ കാര്യമായിരിക്കും പറയാം. നമ്മൾ അഗ്രഗേറ്റ് രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ P എന്ന് പറയുന്നത് എന്താ? ജനറൽ പ്രൈസ് ലെവലാ. WI എന്ന് പറയുന്നത് അവിടെ ഒരു സിംഗിൾ ഫേമിലെ സിംഗിൾ ലേബറിന്റെ ആയിരുന്നു. W എന്ന് പറയുന്നത് അഗ്രഗേറ്റ് ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ അതെന്താ? ഓവറോൾ എക്കോണമിയുടെ ആവറേജ് മണി വേജിനെയാണ് കാണിക്കുക. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് ആണ് ഓവറോൾ എക്കോണമിയുടെ GDP ആണ് നമ്മൾ അവിടെ പരിഗണിക്കുക. അപ്പൊ ക്ലാസിക്കൽ മോഡലില് റിയൽ ഏതാണ്? ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ഫേം എംപ്ലോയ് ചെയ്യുന്ന ലേബേഴ്സിനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? എക്കോണമിയുടെ ആവറേജ് മണി വേജ് റേറ്റ് എന്ന് പറയുന്നത് ആ എക്കോണമിയിലെ ഏതാണ്? ലേബേഴ്സിന്റെ മാർജിനൽ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പം റിയൽ വേജ് റേറ്റ് അല്ലെങ്കിൽ average money wage rate of the real wage rate of the economy must be equal to the marginal product of labor ആകുന്ന സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ലേബർ ഡിമാൻഡിനെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ആക്ച്വലി ഓവറോൾ എക്കോണമിയുടെ ആണ്. നമ്മുടെ നേരത്തെ ഇനിഷ്യലി കണ്ട കർവിൽ കാണിച്ചിരിക്കുന്നത് ഓവറോൾ എക്കോണമിയുടെ ഔട്ട്പുട്ടിനെയാണ് ഓവറോൾ എക്കോണമിയുടെ ഡിമാൻഡ് ഫോർ ലേബറിനെയാണ് ഈ നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവായിട്ട് നമുക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ഇക്വേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. DL is a function of W/P എന്ന് കാണിച്ചിരിക്കുന്നത്. ഏതാണ്? റിയൽ വേജ് റേറ്റിന്റെ എക്കോണമിയുടെ റിയൽ വേജ് റേറ്റിന്റെ ഫംഗ്ഷൻ ആണ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് സപ്ലൈ സൈഡിലേക്കാണ്, ലേബർ മാർക്കറ്റിന്റെ സപ്ലൈ സൈഡിലേക്കാണ്. അപ്പൊ ഡിമാൻഡ് കർവ് നമുക്ക് കിട്ടി ഇൻവേഴ്സ്ലി നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള കർവ് ആണ്. അപ്പം ഈ
ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് റിയൽ വേജ് റേറ്റുമായിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഇനി സപ്ലൈ ഓഫ് ലേബറിലേക്ക് നമുക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഇനി ചിന്തിക്കുന്ന ലേബറിന്റെ സൈഡിൽ നിന്നാണ് ചിന്തിക്കേണ്ടത്. ലേബർ എന്താണ് ഇതിനെ കാണുക. അപ്പൊ ലേബറിനെ അപേക്ഷിച്ച് ലേബറിന് കൂടുതൽ വേജ് കിട്ടിയാലാണ് അവർ എന്ത് ചെയ്യുക, ജോലി ചെയ്യാൻ റെഡി ആകുക. അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും നല്ലത് എന്താണ്, കൂടുതൽ വേജ് റേറ്റ് വരുന്നതാണ്. അപ്പം എക്കോണമിയുടെ റിയൽ വേജ് റേറ്റ് ഹയർ ആണെങ്കിൽ എന്ത് ചെയ്യും, ലേബേഴ്സ് കൂടുതൽ ജോലി ചെയ്യാൻ റെഡി ആവും. അപ്പം ഇവിടെ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് എന്താണ്, ഈ റിയൽ വേജ് റേറ്റുമായിട്ട് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് റിയൽ വേജ് റേറ്റുമായിട്ട് നെഗറ്റീവ്ലി റിലേറ്റഡ് ആയിരുന്നു. ഇവിടെ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് എന്താണ്, റിയൽ വേജ് റേറ്റുമായിട്ട് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഹൗ മച്ച് ലേബർ ഈസ് സപ്ലൈഡ് ഫോർ എ ഗിവൺ പോപ്പുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹൗസ് ഹോൾഡ് പ്രിഫറൻസ് ഫോർ കൺസംപ്ഷൻ ആൻഡ് ലീഷർ, ബോത്ത് ഓഫ് വിച്ച് yield പോസിറ്റീവ് യൂട്ടിലിറ്റി. അപ്പം ഇനി ഇവിടെ നമ്മൾ കാണുന്നത് ഈ എക്കോണമിയിൽ എത്രമാത്രം ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് രണ്ട് ഫാക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്താ. ഒന്ന് കൺസപ്ഷനും അതുപോലെ തന്നെ ഏതാണ് ലീഷറും. എക്കോണമിയിൽ ഏതാണ് ആളുകളുടെ കൺസപ്ഷൻ ലീഷറിനെയും ബേസ് ചെയ്തിട്ടാണ് നമുക്കിനി കാണാൻ സാധിക്കുക. അപ്പൊ കൺസ്യൂം ചെയ്യണ ആളുകൾക്ക് എന്ത് വേണം, ഇൻകം വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻകം, റിയൽ വേജ് റേറ്റും അതുപോലെ ലീഷറും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ എക്കോണമിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഈ പറയുന്ന ബാക്ക്വേർഡ് വെൻഡിങ് സപ്ലൈ കർവ് ഒക്കെ, ലേബർ സപ്ലൈ കർവ് ഒക്കെ നമ്മൾ പഠിക്കുന്ന. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന എന്താണ്, ഒരു സെർട്ടൈൻ പോയിന്റ് വരെ നിങ്ങൾ ഇൻകം റൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ്, എന്നോട് പറയുകയാണ് ഓക്കെ നിങ്ങൾ ദിവസത്തിൽ ഒരു 7 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപ തരാന്ന് പറയും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം റെഡി ആവുന്നു, എന്നിട്ട് ബാക്കിയുള്ള സമയം എന്റെ ലീഷറിനും ബാക്കിയുള്ള പർപ്പസിനും ഒക്കെ ആയിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നു. എന്നോട് പറയുകയാണ് ഇനി ഞാൻ എന്ത് ചെയ്യാം, 50,000 രൂപ തരാം, നിങ്ങൾ 10 മണിക്കൂർ ജോലി ചെയ്യാൻ പറയുന്നു. ഓക്കെ, അപ്പൊ 50,000 രൂപ കിട്ടുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, കൂടുതൽ 10 മണിക്കൂർ ജോലി ചെയ്യാൻ. ദെൻ അടുത്ത് പറയും 1 ലക്ഷം തരാം, എന്നോട് പറയുന്നു 12 മണിക്കൂർ ചെയ്യാം, ഞാൻ അതും റെഡി ആവും. പക്ഷെ എനിക്ക് ഒരു ദിവസം 24 മണിക്കൂറാണ് ഉള്ളത് അല്ലെ. അപ്പൊ 24 മണിക്കൂറിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു സെർട്ടൈൻ റേഞ്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ജോലി ചെയ്യാൻ ഞാൻ റെഡി ആയില്ല. കാരണം എന്താ, എനിക്ക് മറ്റു കാര്യങ്ങൾക്ക് സമയം വേണം. അപ്പം ബാക്കി എനിക്ക് കോടി തരാന്ന് പറഞ്ഞാൽ ഞാൻ 24 മണിക്കൂറും ജോലി ചെയ്യോ, ഇല്ല, ചെയ്യാൻ പറ്റില്ല എനിക്ക്. അപ്പം ഈ ലീഷറിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ടൈം എന്ത് ചെയ്യും, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ എക്കോണമിയിൽ ഈ പറയുന്ന ലീഷറും ഇൻകവും തമ്മിലുള്ള ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് ഒരു പരിധിവരെ കാണാൻ സാധിക്കാം. നോക്കുക, അപ്പം ലേബേഴ്സിനെ അപേക്ഷിച്ച് എന്താണ്, ഈ റിയൽ വേജ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ എത്രമാത്രം മണിക്കൂർ ജോലി ചെയ്യാന്ന് അവർ തീരുമാനിക്കുക. അതാ ഇവിടെ പറഞ്ഞത്. ഹെൻസ് ദ പ്രിഫറൻസ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ദ റിയൽ വേജ് will determine the equilibrium amount of labor supply. A rise in the real wage rate make leisure more expensive in term of the foregone income and will tend to increase the supply of labor. This is known as the substitution effect. However, a rise in the real wage rate also makes workers better off, so they can afford to choose more leisure. This is known as the income effect. അപ്പോൾ രണ്ട് കാര്യങ്ങളെ കുറിച്ച്, അപ്പം ലേബേഴ്സിന് എന്ത് വേണം, ഇൻകം വേണം, ലീഷറും വേണം. അപ്പം ഇവരെങ്ങനെയാണ് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളത് ആദ്യം നമുക്ക് കാണണ്ടേ. കൂടുതൽ റിയൽ വേജ് റേറ്റ് ഉണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, കൂടുതൽ ജോലി ചെയ്യാൻ റെഡി ആവും. അവർ കുറച്ച് എന്ത് ചെയ്യും, ലീഷർ, കാരണം ലീഷർ എക്സ്പെൻസീവ് ആവും. അതായത് ഇവര് റിയൽ വേജ് റേറ്റ് ഹൈ ആവുമ്പോൾ ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ ഏതാണ് ഇൻകം അവരെന്ത് ചെയ്യും, ഇൻകം വേണ്ടെന്ന് വെക്കുവാണ്. അപ്പൊ അത് ലീഷർ ഭയങ്കര കോസ്റ്റ്ലി ആക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇനി കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ലീഷർ ടൈമും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം കൂടുതൽ ലീഷർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻകം എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ എക്കോണമിയിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഉണ്ട്, ഇൻകം എഫക്റ്റും ഉണ്ട്. അപ്പൊ ഇൻകം എഫക്ട് എന്ന് പറയുന്നത് എന്താണ്, കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ കൂടുതൽ ലീഷർ കിട്ടും, പക്ഷെ കൂടുതൽ ഇൻകം കിട്ടണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യണം. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. അപ്പം ഇവിടെ ക്ലാസിക്കൽ മോഡലിൽ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ആണ് ഇൻകത്തിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരിക. അതായത് ആളുകൾ എന്ത് ചെയ്യും, കൂടുതൽ റിയൽ വേജ് കിട്ടിയാൽ കൂടുതൽ ജോലി ചെയ്യാൻ റെഡി ആകും എന്നുള്ളതാണ് ഇവിടെ കാണുക. ക്ലാസിക്കൽ മോഡലിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ആണ് ഇൻകം എഫക്റ്റിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് എവിടെ നിൽക്കുക, ക്ലാസിക്കൽ മോഡലിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം ഇവിടെ നമ്മൾ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അഗ്രഗേറ്റ് ഡിമാൻഡ് ഫോർ ലേബറും അഗ്രഗേറ്റ് സപ്ലൈ ഓഫ് ലേബറും. അഗ്രഗേറ്റ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, റിയൽ വേജ് റേറ്റിനെ ബേസ് ചെയ്തിട്ട്. അതായത് റിയൽ വേജ് റേറ്റിനോട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് അഗ്രഗേറ്റ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത്. ഇനി അഗ്രഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്, റിയൽ വേജ് റേറ്റിനോട് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. റിയൽ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈയും ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഡിമാൻഡ് ആണെങ്കിൽ റിയൽ വേജ് റേറ്റ് എന്താണ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നത്, അഗ്രഗേറ്റ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത്
ഡിക്രീസ് ചെയ്യും. അപ്പം ഈ രണ്ട് കോൺസെപ്റ്റുകളാണ് നിങ്ങൾ, അപ്പം ഈ രണ്ട് കർവുകളുമാണ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടത്. അപ്പം ഇവിടെ ഈ ലേബർ സപ്ലൈയും ലേബർ ഡിമാൻഡും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനിയാണ് നമ്മൾ ലേബർ മാർക്കറ്റ് ഇക്ലിബ്രിയത്തിലേക്ക് നമ്മൾ പറയാം. അപ്പൊ ലേബർ മാർക്കറ്റ് ഇക്ലിബ്രിയത്തിൽ നിന്നാണ് നമ്മൾ എങ്ങോട്ട് വരിക, നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോവുക. അപ്പൊ നമ്മൾ ഇവിടെ ഇതുവരെ കണ്ടത് സപ്ലൈ ഫംഗ്ഷനും ഡിമാൻഡ് ഫംഗ്ഷനാണ്. ലേബറിന്റെ സപ്ലൈ ഫംഗ്ഷനും ഡിമാൻഡ് ഫംഗ്ഷനുമാണ് നമ്മൾ കണ്ടത്. നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടത് ലേബർ മാർക്കറ്റ് ഇക്ലിബ്രിയം ആണ്. അപ്പൊ ലേബർ മാർക്കറ്റ് ഇക്ലിബ്രിയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലേബറിന്റെ സപ്ലൈയും ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഓൾറെഡി നമ്മൾ കണ്ടു റിയൽ വേജ് റേറ്റിനോട് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ് ലേബർ സപ്ലൈ കർവ്. അതുപോലെ തന്നെ റിയൽ വേജ് റേറ്റിനോട് നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി മുഴുവനായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഗ്രാഫ് ആണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഗ്രാഫിൽ നമ്മൾ പാനൽ എ എന്ന് പറയുന്നത് ഓൾറെഡി പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചാണ് പറയുക. അപ്പൊ നമ്മൾ ലാസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ടോട്ടൽ ഓവറോൾ എക്കോണമിയുടെ ഔട്ട്പുട്ട് എംപ്ലോയ്മെന്റ് ഡിറ്റർമിനേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പാനലിലേക്ക് വരാം. നമ്മൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബി എന്ന് പറയുന്ന പാനലാണ്. അപ്പൊ ബി എന്ന് പറയുന്ന പാനലാണ് ലേബർ മാർക്കറ്റ് ഇക്ലിബ്രിയം കാണിക്കുക. അപ്പൊ ലേബർ മാർക്കറ്റ് ഇക്ലിബ്രിയം കാണിക്കാൻ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഈ പാനൽ ബി മാത്രം നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ലെ, ഏതാണ് റിയൽ വേജ് റേറ്റുമായിട്ട് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ് SL എന്ന് പറയുന്ന ലേബർ സപ്ലൈ കർവ്. നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ് DL എന്ന് പറയുന്ന ഡിമാൻഡ് ഫോർ ലേബർ ഡിമാൻഡ് കർവ്. ഓക്കെ, അപ്പം ഇവിടെ എക്കോണമി ഇക്വിലിബ്രിയത്തിലാകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ W/P എന്ന് പറയുന്ന റിയൽ വേജ് റേറ്റിലും ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് LE ആണ്. അപ്പൊ എക്കോണമിയിലെ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് LE ആണ്. റിയൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് W/PE ആണ്. ഇനി ഇവിടെ രണ്ട് സിറ്റുവേഷൻസ്, ഡിസിക്വിലിബ്രിയം സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിസിക്വിലിബ്രിയം സിറ്റുവേഷനെ കുറിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പർട്ടിക്കുലർ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും താഴെ റിയൽ വേജ് റേറ്റ് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ വരുന്നു. അപ്പൊ താഴെ മാർക്കറ്റിൽ വന്നു കഴിയുമ്പോൾ, അതായത് ഇവിടെ റിയൽ വേജ് റേറ്റ് എന്താണ്, കുറവാണ്. അപ്പൊ റിയൽ വേജ് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ എക്കോണമിയിൽ റിയൽ വേജ് റേറ്റിനോട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ DL, ഇവിടുത്തെ DL എന്താണ്, ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ്. അപ്പൊ എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ ആണ്, എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ ആണ് ഈ W/P2 എന്ന് പറയുന്ന റിയൽ വേജ് റേറ്റിൽ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഏകദേശം ZX എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് എക്സസ് ഡിമാൻഡ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ എക്സസ് ഡിമാൻഡ് വന്നത് മൂലം ഇവിടെ ഏതാണ് റിയൽ വേജ് റേറ്റ് കുറവാണ്, അല്ലെങ്കിൽ എക്സസ് ഡിമാൻഡ് ആണ്. അപ്പൊ എക്സസ് ഡിമാൻഡ് ആയതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു, ഈ ഫേംസുകൾ തമ്മിലുള്ള കോമ്പറ്റീറ്റീവ് ബിഡിങ് കൂടുന്നു, അല്ലെ ഫേംസ് തമ്മിൽ ഇവര് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വരുന്നു, ഇവര് എംപ്ലോയീസിനെ ഹയർ ചെയ്യും. അപ്പൊ ഇങ്ങനെ കോമ്പറ്റീഷൻ കൂടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിയൽ വേജ് റേറ്റ് എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം വേജ് റേറ്റിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ഈ പറയുന്ന ഡിമാൻഡ് ഫോർ ലേബർ ഗ്രേറ്റർ, എക്സസ് ഡിമാൻഡ് ആയതുകൊണ്ട് ഈ കോമ്പറ്റീറ്റീവ് ബിഡിങ് ഈ ഫേംസ് തമ്മിൽ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിയൽ വേജ് റേറ്റ് എന്ത് ചെയ്യുന്നു, ഇക്വിലിബ്രിയം വേജ് റേറ്റിലേക്ക് റൈസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എക്സസ് സപ്ലൈ ആണ്. അപ്പം എക്കോണമിയിൽ ഈ എക്സസ് സപ്ലൈ വരുന്നത് എപ്പോഴാണ്, റിയൽ വേജ് റേറ്റ് ഹൈ ആയിരിക്കുമ്പോൾ, അതായത് ഇവിടെ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് W/P1 എന്ന് പറയുന്ന ഒരു ഹയർ ഇക്വിലിബ്രിയം വേജ് റേറ്റിലേക്ക് ഒരു ഹയർ വേജ് റേറ്റ്, റിയൽ വേജ് റേറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ എന്താണ്, എക്സസ് സപ്ലൈ ആണ്. അതായത് ഇവിടുത്തെ HG അല്ലെങ്കിൽ GH എന്ന് പറയുന്ന അത്രയും എക്സസ് സപ്ലൈ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് കൂടുതൽ ആളുകൾ ജോലി ചെയ്യാൻ റെഡിയാണ്, പക്ഷെ ഡിമാൻഡ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പം കൂടുതൽ ആളുകൾ ജോലി ചെയ്യാൻ, സപ്ലൈ കൂടുതലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, റിയൽ വേജ് റേറ്റ് ഡിക്രീസ് ചെയ്തും അത് ഇക്വിലിബ്രിയം വേജ് റേറ്റിലേക്ക് തിരിച്ചു വരുന്നു. അപ്പം ഈ ഒരു രണ്ട് സിറ്റുവേഷൻസ് ആണ് ഈ ഗ്രാഫിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദിസ് result is guaranteed in the classical model because the classical economics assume perfectly competitive market, flexible prices and full information. The level of employment in equilibrium represent full employment in that all those members of the labor force who desire to work at the equilibrium real wage rate can do so. അപ്പം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്, എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും വന്നു കഴിയുമ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കാനുള്ള മേജർ റീസൺ എന്താണ്, ഇവിടുത്തെ വേജസും പ്രൈസസും എന്താണ്, ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രൈസസ് ആൻഡ് വേജസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിക്കൽസിന്റെ ഒരു ഫീച്ചർ ആണ്. അപ്പം ഈ ഒരു ഫീച്ചർ മൂലമാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുക.
അപ്പൊ ഇനി നമുക്ക് കാണേണ്ട ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്ന ഈ ഒരു LT എന്ന് പറയുന്ന കർവിനെ കുറിച്ചാണ് നമുക്ക് കാണേണ്ടത്. Whereas the schedule SL shows the how many people are prepared to accept job offers at each real wage, and the schedule LT indicate the total number of people who wish to be in the labor force at each real wage rate. അപ്പൊ SL എന്ന് പറയുന്നത് ഓൾറെഡി എന്താ ജോബ് ഓഫേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരാണ്. LT എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് ജോബ് മാർക്കറ്റിൽ എന്താണ് ജോലി ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ റിയൽ വേജ് റേറ്റ് ആണ് അവരെ റെസ്ട്രിക്ട് ചെയ്യുക. അപ്പൊ റിയൽ വേജ് റേറ്റ് കൂടിയാൽ അവരെന്താണ് ജോലി ചെയ്യാൻ റെഡിയാണ്. LT ഹാസ് എ പോസിറ്റീവ് സ്ലോപ്പ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് at higher real wage more people wish to enter the labor force. In the classical model, labor market is associated with unemployment equal to the distance EN in the panel B of the figure 2.2. അപ്പം ഇവിടെ നമുക്ക് ലേബർ മാർക്കറ്റിൽ അൺഎംപ്ലോയ്മെന്റ് എന്താണെന്നാണ് നമുക്ക് ഇനി കാണാം. ഈ ലേബർ മാർക്കറ്റിലെ ക്ലാസിക്കൽ മോഡലിൽ നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ് പറയുക. പക്ഷെ ഇവിടെ ഈ LT കാണിച്ചത് എന്തിനാണ്, എക്കോണമിയിൽ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണെങ്കിലും അവിടെ സെർട്ടൻ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകാം. അപ്പം ഇവിടെ ക്ലാസിക്കൽ മോഡലിൽ ഫുൾ എംപ്ലോയ്മെന്റ് മീൻ ചെയ്യുന്നത് എന്താണ്, ആബ്സെൻസ് ഓഫ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ്. അതായത് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് അവിടെ ഉണ്ട്. അതായത് ചില ആളുകള് എന്താ ജോലി ചെയ്യാൻ റെഡി അല്ല, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് മാർക്കറ്റിലെ വേജ് റേറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർ ഉദ്ദേശിക്കുന്ന വേജ് റേറ്റ് കിട്ടുന്നില്ല, അതല്ലെങ്കിൽ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്സും എന്ത് ചെയ്യാം എക്കോണമിയിൽ ഉണ്ടാകും. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ജോലിയിൽ നിന്ന് നമ്മൾ റിസൈൻ ചെയ്ത് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ നമുക്കുണ്ടാകുന്ന സമയത്ത് ഒരു കാലയളവിൽ ഒരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ക്ലാസിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് അസ്യൂം ചെയ്യുന്നതിന്റെ മേജർ ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് അവിടെ ആബ്സെൻസ് ഓഫ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് പറയുന്നത് എന്താ, ഗിവൺ വേജ് റേറ്റില് ജോലി ചെയ്യാൻ റെഡിയാണ് എന്നിട്ട് ജോലി കിട്ടുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. അപ്പം ഈ മാർക്കറ്റ് വേജ് റേറ്റിൽ ജോലി ചെയ്യാൻ തയ്യാറാകുന്ന എല്ലാ ആളുകൾക്കും ജോലി ലഭിക്കും എന്നാണ് ആര് പറയുക, ക്ലാസിക്കൽസ് പറയുക. അപ്പം പക്ഷെ ഇവിടെ എന്താണ്, സെർട്ടൈൻ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് അവിടെ ഉണ്ടാവും. അത് ഏതൊക്കെയാ, വോളണ്ടറി ആൻഡ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് അവിടെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ദ ക്ലാസിക്കൽ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ഈസ് പെർഫെക്റ്റ്ലി കോമ്പാക്റ്റബിൾ വിത്ത് ദ എക്സിസ്റ്റൻസ് ഓഫ് ഫ്രിക്ഷണൽ ആൻഡ് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്, ബട്ട് does not admit the possibility of involuntary unemployment. Once the equilibrium level of employment is determined in the labor market, the level of output is determined by the position of the aggregate production function by referring the panel A of the figure 2.2. അപ്പൊ അതായത് നമ്മൾ ഇവിടെ എന്താണ്, ഇവിടെ ഈ പറയുന്ന ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം നമ്മൾ ഇവിടെ കണ്ടു. ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എങ്ങനെയാണ്, ഇവിടെ ലേബർ എന്ന് പറയുന്നത് LE എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് ലേബറിനെയാണ് അവിടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആയിട്ട് കാണുക. W/PE എന്ന് പറയുന്നതാണ് റിയൽ വേജ് റേറ്റ്. അപ്പം ഇതാണ് ഇവിടുത്തെ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഈ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എത്രമാത്രം ലേബറിനെ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിനെ എന്ത് ചെയ്താൽ മതി, പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അപ്പം LE എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് ലേബറിനെ എന്ത് ചെയ്താൽ മതി, പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്, YE എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ആണ് എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഈ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ നടക്കണമെങ്കിൽ ഇനിഷ്യലി എന്ത് സംഭവിക്കണം, ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എത്രയാണെന്ന് അല്ലെങ്കിൽ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ ഡിറ്റർമൈൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് അത് അറിയാൻ സാധിക്കുക. ഓക്കെ, at the equilibrium real wage, no person who wish to work at the real wage is without employment. In this sense, the classical postulate do not admit the possibility of involuntary unemployment. However, the classical economics were perfectly aware the persistent unemployment in excess of the equilibrium level was possible if artificial restrictions were placed on the equilibrating functions of the real wage rate. If real wage rate are held above the equilibrium, such as W/P1 in panel B of the figure 2.2 by the trade union monopoly power or minimum wage legislation, then obviously everyone who wish to work at the disordered real wage rate will not be able to do so. For classical economics, the solution to such classical unemployment was simple and obvious. Real wage rate should be reduced by cutting the money wages. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഈ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഡിസിക്ലിബ്രിയം സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു. അതായത് ഇക്വിലിബ്രിയം വേജ് റേറ്റിനേക്കാളും മുകളിലും അല്ലെങ്കിൽ ഇക്വിലിബ്രിയം വേജ് റേറ്റിന് താഴെയും വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അല്ലാത്ത
ഇങ്ങനെ സിറ്റുവേഷൻസിലെല്ലാം അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകാനുള്ള സിറ്റുവേഷൻസിനെ ആര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ക്ലാസിക്കൽസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അതായത് നമ്മുടെ ക്ലാസിക്കൽസ് ഈ മാർക്കറ്റിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? ഈ വേജും പ്രൈസസും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇനി ഈ പറയുന്ന ഒരു ട്രേഡ് യൂണിയനോ അല്ലെങ്കിൽ മോണോപോളി പവർ അല്ലെങ്കിൽ മിനിമം വേജ് ലെജിസ്ലേഷനോ ഈ ഇക്വിലിബ്രിയം വേജ് റേറ്റിനേക്കാളും മുകളിൽ മാർക്കറ്റ് റിയൽ വേജ് റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ അല്ലെ അങ്ങനെ സംഭവിച്ചാൽ, നമ്മൾ നേരത്തെ എക്സസ് സപ്ലൈ വരുന്ന സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ ഈ ജോലി ചെയ്യാൻ റെഡി ആകുന്ന എല്ലാവർക്കും ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് ആര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ക്ലാസിക്കൽസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലാസിക്കൽസിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഇത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഈ പ്രൈസസും വേജസും ഫ്ലെക്സിബിൾ ആണെങ്കിൽ മാത്രമാണ് അവിടെ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം പോവുക. ഈ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം അല്ലാതെ വരുന്ന സിറ്റുവേഷൻസിൽ ഉണ്ടാകാതിരിക്കാനുള്ള സിറ്റുവേഷൻ എപ്പോഴാണോ? ഒന്നെങ്കിൽ മിനിമം വേജ് റേറ്റ് ലെജിസ്ലേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല രീതിയിലുള്ള പവറുകളോ അല്ലെങ്കിൽ മോണോപോളി പവറുകളോ, ലേബേഴ്സിന് മോണോപോളി പവർ അല്ലെങ്കിൽ ട്രേഡ് യൂണിയന്റെ പവറുകളോ എന്താ മേ ബി ഇക്വിലിബ്രിയം പ്രൈസിന് മുകളിൽ വേജ് റേറ്റ് ഫിക്സ് ചെയ്യാം. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഏതാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ആര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ക്ലാസിക്കൽസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലാസിക്കൽ മോഡലിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാകണമെങ്കിൽ അവിടെ വേജസും പ്രൈസസും എന്തായിരിക്കണം? ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത്, അപ്പം ഇവിടെ നമ്മൾ കൃത്യമായിട്ട് കണ്ടു, അതായത് ഈ റിയൽ അതായത് എക്കോണമിയിൽ ഔട്ട്പുട്ടും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിനും ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ടോട്ടൽ ഔട്ട്പുട്ടിനെ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ അവിടുത്തെ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ നമുക്ക് കാണാം. അപ്പൊ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എങ്ങനെയാണ് എംപ്ലോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ആ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അങ്ങനെ LE എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് ലേബറിൽ നമ്മൾ WE എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് എക്കോണമിയുടെ ഫുൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ കാണുക. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് ക്ലാസിക്കൽസിനെയാണ്. അപ്പൊ ക്ലാസിക്കൽസിന്റെ പല ഐഡിയാസിനെയും കെയ്ൻസ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കെയ്ൻസ് പറയുന്നത് എന്താ? ക്ലാസിക്കൽസ് ഈ പറഞ്ഞിരിക്കുന്ന ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സ്പെഷ്യൽ കേസ് ആണ്. എല്ലായ്പ്പോഴും ഈ പറയുന്ന ഒരു ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അഗ്രിഗേറ്റ് ഡിമാൻഡ് എഫിഷ്യൻസീസ് മാർക്കറ്റിൽ ഉണ്ടാകാം. അതിനെക്കുറിച്ച് ആര് ഫോക്കസ് ചെയ്തു? കെയ്ൻസ് ഫോക്കസ് ചെയ്തു. അപ്പൊ കെയ്ൻസ് ഈ പറയുന്നത് എന്താണ്? എക്കോണമിയുടെ ഔട്ട്പുട്ടിനെ കുറിച്ചും എംപ്ലോയ്മെന്റിനെ കുറിച്ചും നിങ്ങൾ പഠിക്കുമ്പോൾ ഡിമാൻഡും അഗ്രിഗേറ്റ് ഡിമാൻഡിനെ കുറിച്ചും പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പക്ഷെ ക്ലാസിക്കൽസ് ഫോക്കസ് ചെയ്ത് എന്തായിരുന്നു? സെയിൽസ് ലോനെ ആയിരുന്നു ഫോക്കസ് ചെയ്തത്. അവര് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ കുറിച്ച് കാര്യമായിട്ട് ബോധേഡല്ലായിരുന്നു. അപ്പൊ അവരെന്താ പറഞ്ഞത്? നിങ്ങൾ എന്ത് സപ്ലൈ ചെയ്താലും അതിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാ പറഞ്ഞത്. അപ്പം ഇവിടെ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടത് ക്ലാസിക്കൽസിന്റെ എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ PPT നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് വായിച്ചു നോക്കുക. 1-2 പ്രാവശ്യം നിങ്ങൾ PPT വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നതാണ്. അപ്പൊ PPT നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് PPTs പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്കണോമിക്സിന്റെ എക്സാംസിന്റെ കോച്ചിങ് ക്ലാസ്സസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം UGC നെറ്റ്, കേരള സെറ്റ്, CUT PG അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക് സർവീസ് പോലുള്ള എക്സാംസിന്റെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് കവർ ചെയ്യുന്ന ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ഏരിയ ആയിട്ട് കാണാം. താങ്ക് യു.